പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പിക്സൽ ലാബ് ഉപയോഗിച്ച് എങ്ങനെ ലോഗോ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പം ലോഗോകൾ വ്യത്യസ്ത തരത്തിലുണ്ട്. സിമ്പിളായിട്ടും ഐക്കണായിട്ടും വേർഡ് മാർക്കായിട്ട് ലെറ്റർ മാർക്ക് അങ്ങനെ തുടങ്ങി പല മോഡലുകളായിട്ട് നമുക്ക് ലോഗോകളെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ലെറ്റർ ഉപയോഗിച്ച് സിമ്പിളായിട്ട് എങ്ങനെ പിക്സൽ ലാബിൽ നമുക്ക് ലോഗോ നിർമ്മിക്കാം എന്ന് നോക്കാം. വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് ലോഗോകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ടെക്സ്റ്റ് ടൂൾ എടുക്കുകയാണ്. ഇവിടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ എഡിറ്റിൽ എ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് AZ എന്നുള്ള രണ്ട് ടെക്സ്റ്റുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം എ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാനിതിനെ സൂം ചെയ്തു. ഇതിനെ സൈസ് വളരെ വലുതാക്കി വെക്കുന്നുണ്ട്. ഞാനിതിന് ഒരു ഫോണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ക്യാബിനറ്റ് എന്നൊരു ഫോണ്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം എ എന്ന ലെറ്റർ സെലക്ട് ചെയ്തു. അതിന് ഞാൻ ഫോണ്ടും സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിന് ഇപ്പോൾ കളറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോപ്പി എന്ന് കാണാം. ഇവിടെ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ കോപ്പി എടുത്തത് എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് A എന്നുള്ളത് Z ആക്കി കൊടുക്കുക. ഞാനിവിടെ AZ എന്നുള്ള രണ്ടക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ലോഗോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ AZ എന്ന് ടൈപ്പ് ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കാം. ഞാനിവിടെ AZ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇതിനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്യണം. ഈ രണ്ട് ടെക്സ്റ്റുകൾ ഇപ്പോൾ സെൻട്രലായിട്ട് അലൈൻ ചെയ്തിട്ടാണുള്ളത്. ഇത് നമുക്ക് ടു ബാക്ക് എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം ഈ A എന്നുള്ള ടെക്സ്റ്റിന് സ്ട്രോക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം. എനേബിൾ ചെയ്തു. അതിൻ്റെ കളർ വൈറ്റ് ആണ് കൊടുക്കേണ്ടത്. വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. സ്ട്രോക്ക് എടുത്ത് ഞാനിവിടെ 70 തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ട് ടെക്സ്റ്റിനെയും സെലക്ട് ചെയ്ത് സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് ഈ Z-ൻ്റെ കുറച്ചും കൂടി ഭാഗം ഇങ്ങോട്ട് ബാക്കോട്ട് വലിക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി അതിനൊന്ന് അലൈൻ ചെയ്ത് കറക്റ്റ് ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രണ്ട് ടെക്സ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലുള്ള ടെക്സ്റ്റ് A എന്ന ടെക്സ്റ്റ് മുകളിലാണ് വെച്ചിട്ടുള്ളത്. അതിന് നമ്മൾ സ്ട്രോക്കും എനേബിൾ ചെയ്ത് കൊടുത്തു. അതുകൊണ്ടാണ് ഈ Z-ൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു പ്ലെയിന് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ടെക്സ്റ്റുകളും സെലക്ട് ചെയ്ത് ഇവിടെ മെർജ് എന്നുള്ള ഐക്കൺ ഉപയോഗിച്ച് മെർജ് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒറ്റ ഇമേജായി കാണാൻ സാധിക്കും. ഈ ഒറ്റ ഇമേജായി നമുക്കിത് കാണാൻ സാധിക്കും. ഇനി നമുക്കിത് ഇവിടെ നമുക്ക് എറേസ് കളർ എന്നുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ 70 ആക്കി കൊടുക്കുക. എന്നിട്ട് ടിക്ക് ചെയ്യുക. നമ്മുടെ ആ ഇവിടെയുള്ള ഇതിലുള്ള ഇതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ AZ എന്നുള്ള ഒരു ഐക്കൺ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് കളർ കൊടുക്കാം. ഞാനിവിടെ ഗ്രേഡിയൻ്റ് കളർ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു നോർമൽ സാധാ രീതിയിലുള്ള ടെക്സ്റ്റ് ഉപയോഗിച്ച ഒരു ലോഗോ പോലെ ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്ക് ആവശ്യമായത് ഇതുപോലെ ചെയ്യാൻ എളുപ്പമാണ്. ഇത് സിമ്പിളായിട്ടുള്ളൊരു രീതി മാത്രമാണ്. അപ്പം നോർമലായിട്ട് ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊരു ഐഡിയ മാത്രമാണ്. വേണമെങ്കിൽ ഇതിന് ഇനിയിവിടെ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കാം. ബ്ലർ 0 ആക്കിയതിന് ശേഷം ഓഫ്സെറ്റ് ഞാനിവിടെ 5 കൊടുക്കുന്നുണ്ട്. ഈ രണ്ടും 10 തന്നെ കൊടുക്കാം.
അതിനുശേഷം ഇതിൻ്റെ കളറ് വൈറ്റിനോട് അടുത്ത കുറച്ച് ഗ്രേ കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ആ ഒരു എഫക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി അതെല്ലാം നമുക്ക് അത് ആവശ്യമില്ല, ഒരു 3D ലുക്ക് കൊടുക്കണമെങ്കിൽ ഈ ഷാഡോ ഓഫ് ചെയ്യുക. അതിനുശേഷം 3D ഷേപ്പ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ 3D ഓപ്ഷനും കൂടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണിത്. ഇതിന് നമ്മൾ എങ്ങനെ മറികടക്കുമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ എനേബിൾ ആയത് ഒന്ന് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ആവശ്യാനുസരണം ഇതുപോലെ ചെയ്തു കൊടുക്കാം. ആവശ്യാനുസരണം ഇതിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ലോഗോ സെറ്റപ്പ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.